മൈക്രോസോഫ്റ്റിന്റെ ബിസിനസ് ഇന്റലിജൻസ് ടൂൾ ആയിട്ടുള്ള പവർ ബി ഐ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാർഡ് വിഷ്വൽ, അതുപോലെ കോളം ചാർട്ട്, ഡോണറ്റ് ചാർട്ട്, അതുപോലെ ഇതിന്റെയൊക്കെ ഫോർമാറ്റിംഗും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നത് നല്ലതായിരിക്കും. സോ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അടുത്തത് എനിക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റ് ബൈ കാറ്റഗറി, പ്രോഫിറ്റിനെയും കാറ്റഗറിനെയും കമ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ആണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ട്രീ മാപ്പ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതിന് വിഷ്വലൈസേഷനിൽ ഈ ഒരു സിമ്പിൾ ട്രീ മാപ്പ് ഇതിനെ ഞാൻ ആഡ് ചെയ്യുന്നു. ഇതിൽ ഞാൻ വാല്യൂസ് എന്ന് പറഞ്ഞ ഈ ഫീൽഡിനകത്തോട്ട് പ്രോഫിറ്റും അതുപോലെ കാറ്റഗറിക്കകത്തോട്ട് ഞാൻ പ്രോഡക്റ്റ് കാറ്റഗറിയും കൊടുക്കുന്നു. പിന്നെ ട്രീ മാപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണോ ബാക്കി എല്ലാ ചാർട്ട്സും സ്റ്റൈൽ ചെയ്തത് അതുപോലെ ഇതിന്റെ ടൈറ്റിലും ബോർഡറും സ്റ്റൈൽ ചെയ്യാം. ഇതിന്റെ ട്രീ മാപ്പിനെ ഞാൻ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞു. പ്രോഫിറ്റ് ബൈ പ്രോഡക്റ്റ് കാറ്റഗറി എന്നാണ് ഞാൻ ടൈറ്റിൽ കൊടുത്തത്. അടുത്തതായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് റവന്യൂവിനെ ഏജ് ഗ്രൂപ്പും പ്രോഡക്റ്റ് കാറ്റഗറിയും വെച്ച് കമ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ആണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലസ്റ്റേർഡ് ബാർ ചാർട്ട് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ക്ലസ്റ്റേർഡ് ബാർ ചാർട്ട് ആഡ് ചെയ്യുന്നു. ഇതൊന്ന് വലുതാക്കാം. ഇതിന്റെ വൈ ആക്സിസിലോട്ട് ഞാൻ ഏജ് ഗ്രൂപ്പിനെയും എക്സ് ആക്സിസിലോട്ട് റവന്യൂവിനെയും ലെജൻഡിലോട്ട് പ്രോഡക്റ്റ് നമ്മള് മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഏജ് ഗ്രൂപ്പ് നെയിം ആണ് വൈ ആക്സിസിലോട്ട് ആഡ് ചെയ്യേണ്ടത്. സോ ഏജ് ഗ്രൂപ്പ് നെയിമിനെ ഞാൻ ആഡ് ചെയ്യുന്നു. എക്സ് ആക്സിസിലോട്ട് സം ഓഫ് റവന്യൂ, ലെജൻഡിലോട്ട് പ്രോഡക്റ്റ് കാറ്റഗറി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതിന്റെ ടൈറ്റിലും അതുപോലെ ബോർഡറൊക്കെ സ്റ്റൈൽ ചെയ്യാം. ടൈറ്റില് റവന്യൂ ബൈ ഏജ് ഗ്രൂപ്പ് ആൻഡ് പ്രൊഡക്റ്റ് കാറ്റഗറി എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബോർഡറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് എല്ലാ എക്സ് ആക്സിസ് വൈ ആക്സിസിന്റെ ടൈറ്റിൽസ് റിമൂവ് ചെയ്യണം. അതുപോലെ ലേബലിന്റെ ടൈറ്റിലും റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ചാർട്ട് സെലക്ട് ചെയ്യുന്നു. ഫോർമാറ്റ് യുവർ വിഷ്വലിലോട്ട് പോകുന്നു. വൈ ആക്സിസിന്റെ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ടൈറ്റില് ഓഫ് ചെയ്തിടുന്നു. എക്സ് ആക്സിസിന്റെ ഡ്രോപ്പ് ഡൗണിൽ നിന്നും ടൈറ്റിൽ ഓഫ് ചെയ്യുന്നു. അതുപോലെ ലെജൻഡിന്റെ ഡ്രോപ്പ് ഡൗണിൽ നിന്നും ഞാൻ ടൈറ്റിൽ ഓഫ് ചെയ്ത് വയ്ക്കുന്നു. ഇപ്പൊ എന്റെ ഈ വിഷ്വലൈസേഷൻ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വിഷ്വൽ എന്ന് പറഞ്ഞാല് കൺട്രി വൈസ് പ്രോഫിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഷ്വൽ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മാപ്പ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. സോ മാപ്പ് ആഡ് ചെയ്യുന്നു. അതിനകത്ത് ലൊക്കേഷനിൽ ഞാൻ കൺട്രി എന്ന് പറഞ്ഞുള്ള കോളം കൊടുക്കുന്നു. അതുപോലെ താഴെ ബബിൾ സൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഞാൻ പ്രോഫിറ്റ് കൊടുക്കുന്നു. ഇതൊന്ന് വലുതാക്കി നോക്കിയാല് ഇതിനകത്ത് ഈ ബബിൾസ് കാണാൻ പറ്റും. പ്രോഫിറ്റ് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള അളവിനനുസരിച്ച് ആ ബബിളിന്റെ സൈസ് മാറുന്നതാണ്. ഇനി ഇതിന്റെ ടൈറ്റിലും അതുപോലെ ബോർഡറും സെറ്റ് ചെയ്ത് കൊടുക്കാം. ടൈറ്റിൽ ഞാൻ പ്രോഫിറ്റ് ബൈ കൺട്രി എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബോർഡറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്റെ മാപ്പിന്റെ സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യിക്കണം. അതിന് വേണ്ടിയിട്ട് ഫോർമാറ്റ് യുവർ വിഷ്വലിൽ പോകുന്നു. ആദ്യം ചാർട്ട് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഫോർമാറ്റ് യുവർ വിഷ്വലിൽ പോയിട്ട് വിഷ്വലിന് താഴെ മാപ്പ് സെറ്റിംഗ് ഉണ്ട്. ആ ഡ്രോപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് ചാർട്ടിന്റെ പല സ്റ്റൈൽസ് ഉണ്ട്. ഇതിനകത്തുനിന്ന് ഇഷ്ടമുള്ള സ്റ്റൈൽ ചൂസ് ചെയ്യാം. ഞാൻ ഡാർക്ക് ആണ് ചൂസ് ചെയ്യുന്നത്. ഇനി എന്റെ ബബിളിന്റെ സൈസും അതുപോലെ കളറും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വിഷ്വലിൽ തന്നെ താഴെ ബബിൾസിൽ വന്നിട്ട് സൈസ് ഓട്ടോ, അതിന് താഴെ നമുക്ക് സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ 5 കൊടുക്കും. ഈ കളറ് ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു ലൈറ്റ് കളറ് ചൂസ് ചെയ്യും. ഓക്കെ, എന്റെ മാപ്പ് വിഷ്വലും സെറ്റ് ആയി കഴിഞ്ഞു. ഇനി എനിക്ക് സ്ലൈസേഴ്സ് ആണ് ആഡ് ചെയ്യാനുള്ളത്. അതാണ് എന്റെ ഇനി സ്ലൈസേഴ്സും ഹെഡിങ്ങും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്ത് നമ്മുടെ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. അടുത്തത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് സ്ലൈസർ ആണ്. സ്ലൈസർ ഒരു പവർഫുൾ വിഷ്വലൈസേഷൻ ടൂൾ ആണ്.
സ്ലൈസർ എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാല് അറ്റ് എ ടൈമില് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ വിഷ്വലൈസേഷനിലും ഒരു ഫിൽറ്ററിങ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലൈസർ ആഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഞാൻ സ്ലൈസറിൽ കാറ്റഗറി ആണ് ആഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോളൂ. എൻ്റെ 3 കാറ്റഗറി ആണുള്ളത്: ബൈക്ക്, ആക്സസറീസ്, അതുപോലെ ക്ലോത്തിങ്. ഇതിലെനിക്ക് ബൈക്സിൽ നിന്ന് മാത്രം കിട്ടുന്ന ടോട്ടൽ പ്രോഫിറ്റ്, ടോട്ടൽ റവന്യൂ, അതുപോലെ ഓരോ വിഷ്വലൈസേഷനിലും ബൈക്കിൽ നിന്ന് കിട്ടുന്നതിന്റെ മെഷർമെന്റ്സും അതുപോലെ ഡീറ്റെയിൽസും ആണ് എനിക്ക് വേണ്ടതെങ്കിൽ അതിന് മാത്രം നമുക്ക് ഒരു ഫിൽട്ടർ ആയിട്ട് അപ്ലൈ ചെയ്ത് നമ്മുടെ വിഷ്വലൈസേഷൻസ് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ വിഷ്വലൈസേഷനെ ഇന്ററാക്റ്റീവ് ആക്കാനും അതുപോലെ അറ്റ് എ ടൈം ഡൈനാമിക്കലി എല്ലാ വിഷ്വലിലും ഫിൽട്ടർ അപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലൈസർ ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്ലൈസർ ആഡ് ചെയ്യാം. ഈ ഒരു സിമ്പിൾ ആണ് സ്ലൈസറിനുള്ളത്. അത് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് കൺട്രി ആണ് സ്ലൈസറിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. സോ കൺട്രി ആഡ് ചെയ്യുന്നു. ഇനി ഇതിന് ഫോമാറ്റ് വിഷ്വലിൽ പോയിട്ട് സ്ലൈസർ സെറ്റിംഗിൽ നിന്നും ഞാൻ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആക്കി മാറ്റും. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കൺട്രീസ് താഴെ വരുന്നത് കാണാം. ഇതിൽ നമുക്ക് കുറച്ചുകൂടി സ്റ്റൈലിംഗ് ചെയ്യാം. ഫോർമാറ്റ് വിഷ്വൽസിൽ പോകുന്നു. വാല്യൂസിനകത്ത് വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ഗ്രേ കളർ സെറ്റ് ചെയ്യുന്നു. അതുപോലെ ഈ ഫോണ്ടിനെ ഒന്ന് ബോൾഡ് ആക്കുന്നുണ്ട്. അതുപോലെ ഈ സ്ലൈസർ ഹെഡർ എന്ന് പറഞ്ഞ ഡ്രോപ്പ് ഡൗണില് ടെക്സ്റ്റ് ബോൾഡ് ആക്കുന്നുണ്ട്. ആ കൺട്രി എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബോൾഡ് ആക്കുന്നു. ഇപ്പൊ ഡ്രോപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഈ ഒരു കളറിൽ വന്നിട്ടുള്ളത് കാണാം. ഇനി ഇതിന്റെ ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ ജനറലിൽ പോകുന്നു. എഫക്ട്സില് വിഷ്വൽ ബോർഡർ ഓൺ ചെയ്തിട്ട് നമ്മൾ 6 കൊടുക്കാം. ഓക്കെ, ഇതിന്റെ സൈസ് ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് ഇതേപോലെ ഒരു സ്ലൈസർ കൂടി ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. Ctrl+C, Ctrl+V. എനിക്ക് 2 സ്ലൈസേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ പ്രോഡക്റ്റ് കാറ്റഗറി ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഇവിടെ നിന്ന് കൺട്രി റിമൂവ് ചെയ്തിട്ട് ഞാൻ പ്രോഡക്റ്റ് കാറ്റഗറി ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ എൻ്റെ 2 സ്ലൈസേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് എഗെയിൻ ഒരു സ്ലൈസർ കൂടി ആഡ് ചെയ്യാനുണ്ട്. ഡേറ്റിന് വേണ്ടിയിട്ടാണ് ആ സ്ലൈസർ. എഗെയിൻ ഒരു സ്ലൈസർ ആഡ് ചെയ്യുന്നു. ഞാൻ എൻ്റെ ഇവിടെ വന്നിട്ടുണ്ട് സ്ലൈസർ. വലുതാക്കാം. ഞാൻ എൻ്റെ ഡേറ്റിന് കൊടുക്കുന്നു. ഇവിടെ ഡേറ്റിന് വരുന്ന സ്ലൈസർ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു സ്ലൈസറിന് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. അതിന് ഫോർമാറ്റ് വിഷ്വൽസിൽ പോവാം. വാല്യൂസിനകത്തോട്ട് വരാം. ഇവിടെ എൻ്റെ ഫോണ്ടിന്റെ, അതായത് ഈ ഡേറ്റ് ഉള്ള ഫോണ്ടിന്റെ സൈസ് ഞാനൊന്ന് കൂട്ടുന്നുണ്ട്. അതിനെ ബോൾഡ് ആക്കുന്നു. അതുപോലെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളർ കൊടുക്കാം. ഇനി ഇതിന്റെ ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ജനറലില് എഫക്ട്സില് വിഷ്വൽ ബോർഡർ ഓൺ ചെയ്യുന്നു. ഞാൻ 6 എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. എന്റെ സൈസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കാം. ഇതേപോലെ ഈ ഓളിനെയും ബോൾഡ് ആക്കാം. അപ്പൊ എനിക്ക് വേണ്ട എല്ലാ വിഷ്വൽസും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം നല്ല ഓർഡറിൽ. ഞാൻ ക്രിയേറ്റ് ചെയ്ത വിഷ്വൽസിനെയൊക്കെ
ഞാൻ എനിക്ക് വേണ്ട ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഡാഷ്ബോർഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. ഇനി എനിക്ക് ഒരു ഹെഡിങ് ആണ് ആഡ് ചെയ്യേണ്ടത്, ഡാഷ്ബോർഡിന്റെ ഹെഡിങ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻസേർട്ട് ടാബിൽ നിന്ന് ഷേപ്സിൽ നിന്ന് ഈ ഒരു റൗണ്ടഡ് റെക്ടാങ്കിൾ ചൂസ് ചെയ്യുന്നു. ഒരെണ്ണം ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഈ ഒരു സ്പേസിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഞാൻ അതിനെ എനിക്ക് വേണ്ട പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. അതിൽ ഈ ഒരു ഷേപ്പിനകത്ത് എൻ്റെ ഡാഷ്ബോർഡിന്റെ ഹെഡിങ് ഒക്കെ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്യുന്നു. സ്റ്റൈലില് കളർ ഇവിടെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഞാൻ തൽക്കാലം ഈ കളർ തന്നെയാണ് കൊടുക്കുന്നത്. ഇതിനകത്ത് ടെക്സ്റ്റ് ഓൺ ചെയ്യുന്നു. ടെക്സ്റ്റിനകത്ത് എൻ്റെ ഡാഷ്ബോർഡിന്റെ പേര് കൊടുക്കുന്നു, ബൈക്ക് സെയിൽസ് ഡാഷ്ബോർഡ്. ഇതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാം. ഞാൻ ബോൾഡ് ചെയ്യുന്നു, അതുപോലെ ലെഫ്റ്റ് അലൈൻ ചെയ്യുന്നു. ഞാൻ എൻ്റെ ടൈറ്റിലും ആഡ് ചെയ്തു. എൻ്റെ ഡാഷ്ബോർഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ റിബണിനെ ചെറുതാക്കുന്നു, അതുപോലെ വിഷ്വലൈസേഷനെയും ഡാറ്റനെയും എല്ലാത്തിനെയും ചെറുതാക്കുന്നു. ഞാൻ ഫുൾ സ്ക്രീനിലോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. 52 പേജ് കൊടുക്കുന്നു. സോ ഇതാണ് എൻ്റെ ഫൈനൽ ഡാഷ്ബോർഡ്.